بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الشيخ الإمام أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى حدثنا مسدد قال حدثنا يحيى عن شعبة عن قتادة عن أنس رضي الله عنه وعنهم عن النبي صلى الله عليه وسلم وعن حسين المعلم قال حدثنا قتادة عن أنس عن النبي صلى الله عليه وسلم أنه قال لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ട് ഇസ്നാദാണ് ഇവിടെ ഉള്ളത്. രണ്ട് ഇസ്നാദിനിക്ക് ഒരു ഹദീസ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടാകുക, ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഹദ്ദസനാ മുസദ്ദദുൻ ഖാല ഹദ്ദസനാ യഹ്യ അൻ ശുഅബത അൻ ഖതാത അൻ അനസിൻ റളിയല്ലാഹു അൻഹു വഅൻഹും അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. മറ്റൊരു ഇസ്നാദ് حدثنا مسدد قال حدثنا يحيى عن حسين المعلم أنه قال حدثنا قتادة عن أنس عن النبي صلى الله عليه وسلم أنه قال لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. വളരെ പഠനാർഹവും ചിന്താർഹവും അതോടുകൂടെ ആലോചിച്ച് സ്വയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമാകുന്ന ഒരു ഹദീസാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാൾ മൂമിനാവൂല. ഈ നിങ്ങൾ എന്ന ഖിതാബിടുന്നത് സ്വഹാബത്തിനോടാണ്. സ്വഹാബത്തിനോട് താബിയായിട്ട് ലോകത്തുള്ള മൂമിനീ മുസ്ലിമീങ്ങളോട് എല്ലാവരോടുമാണ് പറയുന്നത്. അത് ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിതാബുകൾ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖിതാബുകൾ, അത് ഖുർആനിൽ കുൽ എന്ന് പറഞ്ഞാൽ അത് നബിനോട് ഖാസായതല്ലെങ്കിൽ ആ കുല്ലിൻ്റെ മക്കൂൽ ആരാണ്? തങ്ങൾ നീ പറയുക. ആ നീ ആരാണ്? ചിലർ പറയും അങ്ങനെയുള്ള അഭിസംബോധനങ്ങൾ അല്ലാഹു തആല നബി തങ്ങളോടാണ്. നബി തങ്ങളോട് ഖിതാബിടുന്നത് ഉമ്മത്തിനെ ഉദ്ദേശിച്ചും കൊണ്ട്, ഉമ്മത്തിനത് വാതകാണ്, ഉമ്മത്തിനെ ഉദ്ദേശിച്ചും കൊണ്ട് പറഞ്ഞതാണ്. ചില മുഫസ്സിരീങ്ങൾ അവിടെ പറയും ആ കുൽ എന്ന് പറഞ്ഞാൽ കുല്ലിൻ്റെ മക്കൂലാവാൻ പറ്റുന്നവർ, നീ എന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റുന്നവർ ആരുണ്ടോ അവരൊക്കെയാണ് എന്ന മാതിരിയാണ് ഇവിടെയും. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളും മൂമിനാവൂല എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ ആരാണ്? അത് ഒന്നിരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലുള്ളവർ, മറ്റുള്ളവരും ഉദ്ദേശമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന ആളായിട്ട് ഖിയാമത്ത് നാൾ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരുമാണ് നബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട. നബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട് നമ്മളൊക്കെ ഇതിൽപ്പെട്ടുപെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കിൽ നിങ്ങൾ എന്ന് ആ പറഞ്ഞ പ്രയോഗത്തിൽ നാം മുഴുവനും പെടും. ഇനി വരാനിരിക്കുന്നവരും വരും. സ്വഹാബത്തിൻ്റെ ശേഷം കഴിഞ്ഞ് വന്നു പോയതായ എല്ലാ താബികളും താബികളും നമ്മൾ വരേക്കുമുള്ള ആളുകളൊക്കെ പെടും. ഇനി ഖിയാമത്ത് നാൾ വരേക്കുള്ളവരും പെടും. അതാണ് കുറച്ചും കൂടി നമ്മളെപ്പോലുള്ള സാധുക്കൾക്ക് റസൂലുള്ളാഹിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്തവർ,
നമ്മളെ പോലത്തെ ഒരു മനസമാധാനം കിട്ടുന്ന പ്രയോഗമാണ് ഈ മുഫസ്സിരിങ്ങളെ ഈ വർത്താനം. നീ എന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ എന്ന് അല്ലെങ്കിൽ നീ എന്നുള്ള അഭിസംബോധന നമ്മളെ പെടുത്തിയല്ലോ, നമ്മളോട് അഭിസംബോധന ചെയ്തല്ലോ എന്ന് നോക്കുമ്പോൾ ഒരു സമാധാനമാണത്. അപ്പം നിങ്ങളിൽപ്പെട്ട ഒരാളും മൂമിനാവൂല ഹത്താ യുഹിബ്ബ ലിഅഖീഹി, അവൻ്റെ സഹോദരനിക്ക്. അഖ് എന്നാൽ അർത്ഥം അൽ മുസ്ലിമൂന ഇഖ്വാന. അപ്പൊ മുസ്ലിമായ നിന്റെ സഹോദരനിക്ക് നീ ഇഷ്ടമാക്കുന്നത് വരേക്കും, നീ തൃപ്തിപ്പെടുന്നത് വരേക്കും, മാ യുഹിബ്ബു ലിനഫ്സിഹി, നിങ്ങളിൽപ്പെട്ട ഒരാൾ അവൻ്റെ സ്വന്തം നഫ്സിനിക്ക് എന്ത് തൃപ്തിപ്പെടുമോ അത് തൃപ്തിപ്പെടുന്നത് വരേക്കും മൂമിനാവൂല. ഇവിടെ കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, കാര്യങ്ങളെല്ലാവരും പറഞ്ഞൊരു വിഷയമാണ്. അപ്പോൾ ഒരാൾ മൂമിനാവൂല, അവൻ്റെ അഹ്നിക്ക് അവനിക്ക് സ്വയം താല്പര്യമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ്റെ അഹ്നിക്കും വേണം എന്ന് ഇഷ്ടം വെക്കുന്നവരേക്കും. അത് ഇഷ്ടം വെച്ചാലേ ഓൻ പൂർണ്ണമായ മൂമിനാവുള്ളൂ. ഇവിടെ അല്ലെങ്കിൽ അവൻ മൂമിനന്നെ ആവൂല, ലാ യുമിനു അഹദുക്കും, ഒരാൾ മൂമിനന്നെ ആവൂല. അത് മുബാലഗക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചതാണ്. ഈമാൻ കാര്യങ്ങൾ ധാരാളമുണ്ട്, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിലർത്ഥമുള്ളൂ. ഇങ്ങനെ മറ്റുള്ളവരോട് അസൂയയും കിബറും, മറ്റുള്ളവർക്ക് എന്ത് ഖൈറുണ്ടാകുന്നതും ഖൈറുണ്ടാകുന്നതിനും ഇഷ്ടപ്പെടാത്തവൻ, തൃപ്തിപ്പെടാത്തവൻ മൂമിനല്ല എന്ന് എനിക്ക് അർത്ഥമില്ല എന്ന് വരുത്താനാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ ബാബിൽ ഇങ്ങനെ പ്രയോഗിച്ചത്, മിനൽ ഈമാനി അൻ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു നഫ്സിഹി. ഹദീസ് നേരെ നോക്കിയാൽ എന്താ വരിക? നിങ്ങളിൽപ്പെട്ട ഒരാൾ സ്വയം താല്പര്യമുള്ള കാര്യം മറ്റുള്ളവർക്കും താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അവൻ മൂമിനല്ല. നേരെ മന്ദൂക്ക് അതാണ്, അവൻ മൂമിനല്ല. അവിടെ എന്തെക്കണം? കാമിലായ മൂമിന് എന്ന് വെക്കണം. എന്തുകൊണ്ട് എന്ന് വരുത്താനാണ് ഇമാം ബുഖാരി അവിടെ ബാബ് വരുന്നത്. മിനൽ ഈമാനി അൻ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു നഫ്സിഹി. ഈമാൻ കാര്യങ്ങൾ ധാരാളമുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് മിനൽ ഈമാൻ. ഈമാനിൽ പെട്ടതാണ് ഒരാള് സ്വയം താല്പര്യമുള്ള വിഷയം മറ്റുള്ളവർക്കും താല്പര്യപ്പെടുക എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥം ഇമാം ബുഖാരിയുടെ ബാബിലാണ് ഇമാം ബുഖാരിയുടെ ഫിഖ്ഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഹദീസിനിക്ക് ശറആയിട്ടാണ് ബാബിട്ടത്. അപ്പോൾ സ്വയം താല്പര്യമുള്ള വസ്തു മറ്റുള്ളവർക്ക് താല്പര്യപ്പെടാതിരുന്നാൽ അവൻ ഒരു മുസ്ലിമൂമിനും അത് മൂമിനേ ആവൂല എന്നതിനർത്ഥമില്ല, അവൻ കാമിലായ മൂമിനാവൂല എന്നേ ഉള്ളൂ. കാരണം ഈമാൻ കാര്യങ്ങളിൽ പല കൗലുകൾ, അമലുകൾ, ഫിഅലുകൾ എല്ലാം ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. അതെല്ലാം ഈമാൻ യസീദു വ യൻഖുസു, അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. ഇതും കൂടി താല്പര്യപ്പെടുമ്പോൾ അവൻ്റെ ഈമാൻ കൂടും, അല്ലെങ്കിൽ ആ താല്പര്യമില്ലാത്തവൻ്റെ ഈമാൻ കുറയും എന്നല്ലാതെ തീരെ ഈമാനില്ല എന്നർത്ഥം വെച്ചൂടാ എന്ന് വരുത്താനാണ് ബാബിൽ മിനൽ ഈമാനി അൻ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു നഫ്സിഹി എന്ന് പ്രത്യേകമായി ബാബ് അവിടെ ഇട്ടത്. പിന്നെ ഇന്നത്തെ കാലത്ത് നാം ചിന്തിക്കേണ്ട ഒരു വലിയ സംഭവമാണ് ഈ ഹദീസ്. ഇമാമിയങ്ങൾ പറയുന്നു, ഫതുഹുൽ ബാരി, ഐനി പോലെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു, അൻ യുഹിബ്ബ ലി അഖീഹി മിനത് ത്വാഅത്തി വൽ മുബാഹാത്ത്. വേറെ റിവായത്തിൽ തന്നെ കാണാം മിനൽ ഖൈർ, അൻ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി മിനൽ ഖൈർ. അവിടെ ഏതെങ്കിലും ഒരു തമ്മാടി ഒരു ചോദ്യം ചോദിക്കുക, പലരും ചോദിച്ചിട്ടുണ്ട്, അവനിക്ക് ഇഷ്ടമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതോ അല്ലെങ്കിൽ കറാത്തായോ കാര്യമാണെങ്കിൽ അത് അവൻ്റെ സഹോദരനിക്ക് ഇഷ്ടപ്പെടലിനെയും ഇതിൽപ്പെടൂലേ? ഒരാൾ സിനിമ അഭിനയിക്കുന്ന ആളാവണം,
അല്ലെങ്കിൽ സർക്കസിൻ്റെ ആളാവണം, അല്ലെങ്കിൽ അവൻ അള്ളാഹു വിലക്കിയതായ കാര്യങ്ങളെ വിറ്റ് പൈസ ഉണ്ടാക്കണവനാവണം എന്നതാണ് അവൻ്റെ താല്പര്യം. ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ. അത് അവൻ്റെ കൂട്ടുകാർക്കും ഉണ്ടാവണം എന്നിഷ്ടം വെക്കൽ ഇതിൽ പെടൂലേ? മഹാന്മാർ പറയുന്നു, ഹദീസ് വ്യക്തമായി നോക്കിയാൽ അങ്ങനെയുള്ളൊരു സാധ്യത പോലുമില്ല. എന്തുകൊണ്ട്? ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് ഖിതാബിടുന്നത് മുഅ്മിനീങ്ങളോടാണ്, മുസ്ലിമീങ്ങളോടാണ്. അഖ് എന്ന് പറയുന്നത് റിവായത്തിൽ തന്നെ അഖീഹിൽ മുസ്ലിമീന, മുസ്ലിമായ സുഹൃത്തിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചതായ നീ എന്നാണ്. വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന നിന്റെ സഹോദരനിക്ക്. അപ്പോൾ നീ ഇഷ്ടം വെക്കേണ്ടത് മൂമിനാണെങ്കിൽ നീ ഇഷ്ടം വെക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ സുന്നത്താക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അല്ലാഹു തആല ഹലാലാക്കുകയും ചെയ്ത കാര്യങ്ങൾ. ഇതേ നിനക്ക് ഇഷ്ടമുണ്ടാകാൻ പാടുള്ളൂ. ഇതല്ലാത്തത് അല്ലാഹു വെറുത്തതിനെ വെറുക്കുകയാണ് നീ വേണ്ടത്. അങ്ങനെയുള്ള ദുഷിച്ച സ്വഭാവം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൻ്റെ ദുഷിപ്പിൻ്റെ മേലാണ് സൂചിപ്പിക്കുന്നത്. അതിനെക്കൊണ്ടാവന് നീ ഒരിക്കലും മൂമിനുള്ളിൽ നിന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അത് കൈത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള തോന്നിവാസങ്ങൾ മനസ്സിലാക്കി ഈ ഹദീസിനെ അന്വർത്ഥം വെക്കേണ്ടതില്ല. നന്മ, അവൻ ഉദ്ദേശിക്കുന്ന അള്ളാഹു അനുവദിച്ചതായ നന്മകളെ അവൻക്ക് ഇഷ്ടമുണ്ടോ ആ നന്മകളെ അവൻ്റെ സുഹൃത്തിനിക്ക്, അവൻ്റെ അഖിനിക്ക് അവൻ ഇഷ്ടം വെക്കണം. ഇന്നത്തെ കാലത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, മാ നാളത്തു അഹദൻ ഖത്തു ഫഅഹ്ബബ്തു അൻ യുഖ്തിഅ. ഞാൻ ഒരാളോടും മുനാദറ ചെയ്തിട്ടില്ല, അവൻ പയക്കണം എന്നെനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. കണ്ടില്ലേ? ഒരാളോട് മുനാദറ ചെയ്യാണ്, ശരീഅത്തിൻ്റെ നിയമം, ഇജ്തിഹാദിയായ വിഷയം, അതിൽ എന്താണ് അവിടുത്തെ വിധി എന്ന് മുനാദറ ചെയ്യുമ്പോൾ, ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയുടെ ഫലം, വിജയം എൻ്റെ അഹായ എന്നോട് ചർച്ച ചെയ്യുന്ന എൻ്റെ സുഹൃത്തിനിക്കായിരിക്കണം വിജയമുണ്ടാവേണ്ടത്. അവൻ പരാജയപ്പെടണം എന്ന് ഞാൻ അവൻ്റെ വക്കൽ നിന്ന് അവൻ്റെ ആശയം തെറ്റായി വരണമെന്ന് ഞാൻ ഇഷ്ടം വെച്ചിട്ടില്ല, എനിക്ക് തൃപ്തിയായി വന്നിട്ടില്ല. മറ്റൊരു റിവായത്ത് കാണാം, മാ നാളർത്തു അഹദൻ ഇല്ലാ വതമന്നൈതു അൻ യജ്രിയല്ലാഹുൽ ഹഖ അലാ ലിസാനിഹി. ഞാൻ ഒരാളോട് മുനാദറ ചെയ്തിട്ടില്ല, ഹക്കിനെ ഞാൻ മുനാദറ ചെയ്യുന്ന ആളുടെ ലിസാനിൽ കൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലാതെ. എന്തുകൊണ്ട്? മുനാദറ നടത്തുന്നത് ഇവിടെ ദീനിയായ ഫുറൂഇയായ ഇജ്തിഹാദിയായ വിഷയത്തിലാണ്. അതിൽ എൻ്റെ അടുത്ത് തെളിവുണ്ട്, എനിക്കതിലൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ശരിയാണോ, അതിലും വലിയ തെളിവ് അവൻ്റെ അടുത്തുണ്ടോ ഇല്ലേ എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നതിലുള്ളതിലേറെ വലിയ തെളിവ് അവൻ അതുമായി വന്നാൽ എനിക്ക് സത്യം അവൻ വെളിവാക്കി തരും. എനിക്കതാണ് ഇഷ്ടമായിരുന്നത്. അവൻ പേക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, സത്യം അവൻ വരട്ടെ. വഖാല ഷാഫി ഇമാം പറഞ്ഞു, ഇമാം ഗസാലി ഇഹ്യയിൽ 1:26 പേജ് നോക്കിയാൽ കാണാം, മാ കല്ലംതു അഹദൻ ഖത്തു ഇല്ലാ അഹ്ബബ്തു അൻ യുവഫഖ വയുസദ്ദദ വയുആന. ഞാൻ ഒരാളോടും സംസാരിക്കലില്ല, ഞാൻ ആഗ്രഹിച്ചിട്ടല്ലാതെ അവനക്ക് തൗഫീഖ് നൽകപ്പെടണം. അവൻ നന്മ സദാദിനെത്തിച്ചവനാവണം, ത്വരീഖുൽ മുസ്തഖീമിനെത്തിച്ചവനാവണം. അവൻ അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് സഹായിക്കപ്പെടുന്നവനാവണം എന്നാഗ്രഹിച്ചിട്ടല്ലാതെ ഞാനുമായി സംസാരിച്ചിട്ട് അവൻ സംസാരത്തിൽ മുട്ടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം.
ويكون عليه رعاية من الله تعالى وحفظ അവൻ്റെ മേലിൽ അല്ലാഹു തആലാന്റെ വക്കൽ നിന്ന് ഒരു പ്രത്യേക പരിഗണനയും അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ സംരക്ഷണവും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടല്ലാതെ ഇല്ല. وما كلمت أحدا قط وأنا أبالي أن يبين الله الحق على لساني أو على لسانه. ഷാഫി ഇമാം പറഞ്ഞ വാക്ക്, ഞാൻ ഒരാളോടും ഒരു കാലത്ത് സംസാരിച്ചിട്ടില്ല. സത്യം അല്ലാഹു തആല എൻ്റെ ലിസാൻ്റെ മേലിലോ അവൻ്റെ ലിസാൻ്റെ മേലിലോ വെളിവായി രണ്ടാരും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് സത്യമാണോ, അൽഹംദുലില്ലാഹ് സത്യം പുലർന്നു. ഞാൻ അദ്ദേഹമാണോ സത്യം പുലർന്നത്, അതിൻ്റെ പേരിൽ ഞാൻ തോറ്റുപോവോ എന്നുള്ളൊരു പരാജയമോ നിസാരതയോ എനിക്കുണ്ടായിട്ടില്ല. വഖാല മാ ഔറത്തുൽ ഹഖ്ഖ والحجة على أحد فقبلها مني إلا هبته واعتقدت محبته ولا كابرني أحد على الحق ودافع الحجة إلا سكت من عيني ورفضته. ഞാൻ ഒരാളുമായി മുനാദറയിൽ ഏർപ്പെട്ടാൽ ഞാൻ പറഞ്ഞതായിരുന്നു സത്യം, അവൻ്റെ അടുക്കൽ തെളിവില്ലാതെയാണ് അവൻ വർത്താനം പറഞ്ഞത് എങ്കിൽ അത് അവൻ എന്നിട്ട് അത് എന്നിൽ നിന്ന് അവൻ സ്വീകരിച്ചാൽ എനിക്ക് അവനെ പേടിയായിരുന്നു, അവൻ ഹൈബത്തായിരുന്നു, അവനോടുള്ള മഹബത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. നേരെ മറിച്ച് ഞാൻ പറഞ്ഞ സത്യത്തെ അവൻ്റെ വക്കൽ നിന്ന് സത്യമില്ല, തെളിവുകളില്ല, ഞാൻ പറയുന്നതാണ് സത്യം, പക്ഷേ അത് അവൻ അംഗീകരിക്കാതെ അത് ധിക്കരിച്ചാൽ അവൻ എൻ്റെ കണ്ണിൽ നിന്ന് കൊഴിഞ്ഞാടിപ്പോവുകയും ഞാൻ അവനുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും ചെയ്യും. ഇഹ്യാ ഉലൂമുദ്ദീൻ 1:26. ഇത് ഞാനിവിടെ എടുത്ത് പറയുന്നത് സ്വയം താല്പര്യമുള്ളത് അവൻ്റെ മുസ്ലിമായ അഖിനിക്കും താല്പര്യപ്പെടണം. എത്രത്തോളം കണ്ടോ, മുനാദറയിലാണ് ഈ പറയുന്നത്. മുനാദറ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഉസൂലിയ വിഷയങ്ങളിലല്ല മുനാദറ, ഇത്തിഖാദ് ചെയ്യേണ്ട വിഷയങ്ങളിലല്ല, ഫുറൂഇയായ വിഷയങ്ങളിൽ. അത് ഒന്നിലേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, ഏറ്റവും കൂടുതൽ തെളിവുള്ളതായിരിക്കും അതിൽ ശരി. ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ്. നേരെ മറിച്ച് ഇന്ന് നാം ചെയ്യുന്ന സംവാദം എന്ന പേരിൽ നടക്കുന്ന കച്ചറകള്, സംവാദത്തിൻ്റെ പരിഭാഷ നോക്കുമ്പോൾ അതിന് പറഞ്ഞ് പരസ്പരം കച്ചറ കൂടുക, തർക്കിക്കുക. ആ കച്ചറകളിലുണ്ടായിത്തീരുന്നത് യഥാർത്ഥത്തിൽ മുനാദറയല്ല. കാരണം സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ആശയാദർശങ്ങൾ അത് വ്യക്തിയുടെ ആശയാദർശങ്ങളല്ല. ആരാണോ മുനാദറ നടത്തുന്നതെങ്കിൽ അവൻ്റേതല്ല അത് ഇവിടെ ലോകത്ത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു നിയമമാണ്. അള്ളാഹുവിൻ്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാൽ, നാലാലൊരു മദ്ഹബിൻ്റെ ഇമാമിങ്ങളാൽ അല്ലെങ്കിൽ അഖീദൻ്റെ ഇമാമിങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളോ അമലിയായ കാര്യങ്ങളോ ആണെങ്കിൽ അതിൽ പിന്നെ മറ്റൊരാളോടും മുനാദറൻ്റെ ആവശ്യമില്ല. എന്താണ് ആവശ്യമുള്ളത്? ഇവിടെ ഇന്ന ഇമാമിങ്ങൾ പറഞ്ഞതിന്നതാണ്, നാലാലൊരു മദ്ഹബ് അംഗീകരിക്കണമെന്നുള്ളത് ഇജ്മാ ആണ്. അഖീദയിൽ രണ്ടാലൊരു ഇമാമിങ്ങൾ അംഗീകരിക്കണമെന്നുള്ളതും ഇജ്മാ ആണ്. അതുകൊണ്ട് തന്നെ ആ ഇജ്മാഇൻ്റെ എതിരിൽ ആര് വന്നാലും അവനോട് ഇന്ന വിഷയം ഇന്ന ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അവനക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവനക്കത് കാണിച്ചു കൊടുക്കാൻ, അത് അറിയിച്ചു കൊടുക്കലേ നമ്മളെ ആവശ്യമുള്ളൂ. അവൻ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചിരിപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടുത്തരം പറഞ്ഞു എതിരാളി ഇവരെ തൽക്കാലം മുട്ടുകുത്തിച്ചു എന്ന് തന്നെ വെക്കുക, എന്നാലും ഇവൻ മടങ്ങേണ്ടതില്ല. എന്തുകൊണ്ട്? ഇവർക്ക് ആ വിഷയത്തിൽ ഇമാമിങ്ങളെ കാഴ്ചപ്പാട് നോക്കിയെത്താൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇൽഹാറുൽ ഹഖ് എന്ന് പറയുന്ന മുനാദറ അത് ഇന്നത്തെ കാലത്ത് ഒരിക്കലും നടക്കൂല. എന്തുകൊണ്ട്? ഹക്കിൻ്റെ ളുഹൂറുണ്ട്. അവിടെ
പിന്നെ ഹക്കിന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏത് പേച്ച പുത്തൻവാദി മുജാഹിദി ജമാഅത്ത് തബ്ലീഗ് പോലെയുള്ള ഏത് പേച്ച വരും എന്ത് പറഞ്ഞാലും അവർ പൊതുജനങ്ങൾക്ക് അവർ പറയുന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും ഇവർ മടങ്ങേണ്ട ആവശ്യമില്ല. നേരിട്ട് ആക്ക് അതെനിക്കുള്ള കഴിവില്ലായിരുന്നു എന്നോ, അല്ലെങ്കിൽ അവൻ വാചാലനല്ലായിരുന്നു എന്നോ, അല്ലെങ്കിൽ അവൻ നോക്കിയെത്തിയില്ല എന്നോ അതിന് അർത്ഥമുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് മുനാദറ തന്നെയല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്തിൽ നിന്ന് അവർ പറയുന്നത് സത്യമായിരിക്കട്ടെ, തെളിയിക്കട്ടെ എന്നുള്ള പ്രതീക്ഷക്കെന്നെ ഒപ്പില്ല. കാരണം എന്തുകൊണ്ട്? നമ്മുടെ കടമ ഇമാമിങ്ങൾ പറഞ്ഞത് ഉദ്ധരിക്കൽ മാത്രമാണ്. നാം പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഓരോരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഏത് തൊഴിൽ കൊണ്ട് ഏർപ്പെടുന്നവരാണെങ്കിലും അവരൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കച്ചവടക്കാരനാണെങ്കിൽ ഒരു ആള് ധാരാളം പണം മുടക്കി വലിയ ഡെക്കറേഷൻ ചെയ്ത് ഒരു റോഡിൻ്റെ സൈഡിൽ സ്ഥലം വാടകയ്ക്കെടുത്തു, അതിൽ വലിയ ബിൽഡിങ്ങുകൾ കെട്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു, ലക്ഷങ്ങൾ മുടക്കി ഒരു കച്ചവടം തുടങ്ങി. അവിടെ ആളുകൾ വരൽ തുടങ്ങി, അവിടെ വാഹനം നിർത്തൽ തുടങ്ങി. അങ്ങനെ അവിടെ നല്ലൊരു കച്ചവടം വരുമ്പം വേറൊരു പൈസക്കാരന് തോന്നുക, എന്താ തോന്നുന്നത്, അതിൻ്റെ അടുത്ത് വേറൊരു കച്ചവടം കൂടി ഇടുക, അവൻ്റെ ആളുകൾ നമ്മളടുത്തേക്ക് വരും. അങ്ങനെ ചെയ്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവൻ ചിന്തിക്കേണ്ടത്, ഈ സ്ഥാനത്ത് ആദ്യം കച്ചവടം തുടങ്ങിയത് ഇവനായിരുന്നുവെങ്കിൽ അതിൻ്റെ അടുത്ത് വേറൊരു കച്ചവടം വരൽ അവൻ ഇഷ്ടപ്പെടുമായിരുന്നോ എന്നവൻ അവനിലേക്ക് മടങ്ങണം. അത് അവനിക്കിഷ്ടമല്ലെങ്കിൽ അവിടെ ഇടാൻ പോണ്ട. 1-2 കിലോമീറ്റർ അപ്പുറത്തോട്ട് രണ്ടും കൂടി പൂട്ടിക്കാൻ നിൽക്കണ്ട. കാരണം ഒരാൾ തന്നെ കഷ്ടിച്ച് അവിടെ വിജയിച്ച് പോവുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിരിറ്റായി കഴിഞ്ഞാൽ അവിടെ കച്ചവടം രണ്ടാക്കും വെക്കാതെ രണ്ടാളും പൂട്ടേണ്ടി വരുന്ന അവസ്ഥയൊക്കെ എത്തിപ്പെടും. അതുകൊണ്ട് പൂട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇന്നത്തെ കച്ചവടക്കാരിൽപ്പെട്ട പലരും ചെയ്യുന്ന പണിയാണത്. ഒരാൾക്ക് തർക്കമില്ലാത്തൊരു കച്ചവടം വരുമ്പോൾ അതിൻ്റെ അപ്പുറം കൂടി കച്ചവടം ഇടുക. ഇത് മാർക്കറ്റിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്, ഒറ്റപ്പെട്ട ടൗണുകളുടെയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളെയും സംബന്ധിച്ചാണ്. മാർക്കറ്റാകുമ്പോൾ സൂക്കാകുമ്പോൾ അവിടെ എത്രയും കച്ചവടം വരലാണ് അവിടെ ജനങ്ങൾ കൂടുതൽ ആകർഷിക്കാൻ നല്ലത്. നേരെ മറ്റ് ഒറ്റപ്പെട്ട യാത്രക്കാരെയോ ഇനി ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള ആളുകളെയോ മാത്രം പരിഗണിച്ചു കൊണ്ടുവെക്കുന്ന കച്ചവടങ്ങളെ പറ്റിയാണ്. അതുപോലെ സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. അതുപോലെ ഏത് കാര്യങ്ങളും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. ടാക്സി ആണെങ്കിൽ പോലും ഒരു അങ്ങാടിയിൽ അത്യാവശ്യം അവിടെ വാഹനങ്ങൾ അവിടെ ഉണ്ട്, അതോടുകൂടെ പുതിയൊരു വാഹനം കൂടിയും അവിടെ ഇറങ്ങിയാൽ ഇതിൻ്റെ മുമ്പ് തന്നെ ലൈസൻസ് എടുത്തവനിക്ക് അവിടെ ആ വാഹനം ഇറക്കിക്കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമാവോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഇവനോട് ഇറക്കിയതിന് ശേഷം ഇനി പുതിയൊരു വാഹനം വരണമെങ്കിൽ ഇവർക്ക് ഇഷ്ടമാവോ നോക്കണം. എങ്കിൽ മാത്രമേ അവൻ മോമിനാവുള്ളൂ. അവിടെ ഇടാൻ പാടില്ല. സ്വയം താല്പര്യം എന്താണോ അത് അവൻ്റെ അഖിന് വേണ്ടി അവൻ സ്നേഹിക്കുക, അവന് താല്പര്യമായി വരണം. സ്വയം താല്പര്യത്തിൻ്റെ എതിര് സ്വയം ഒരു താല്പര്യം, മറ്റുള്ളവർക്ക് മറ്റൊരു താല്പര്യം. അവൻ ഏറ്റവും ഉഷാറാവണം. ഇമാമികൾ ചർച്ച ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരാൾക്കുണ്ടാണ് താല്പര്യമാണല്ലോ ഏറ്റവും ഉഷാറാകുക എന്ന് പറയുന്നത്. അങ്ങനെ താല്പര്യപ്പെടാൻ പറ്റുമോ? ബാക്കിയുള്ളവർക്ക് അതിൻ്റെ താഴെ അതും പറ്റൂല. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻ കുന്ത തുരീദു അൻ തകൂന അന്നാസു കുല്ലുഹും മിസ്ലക ഫമാ അദ്ദൈത ലില്ലാഹിൽ കരീം നുസ്ഹഹു. നീ ലോകത്തുള്ള എല്ലാ ആളുകളും നിങ്ങളെ മാതിരി ആവണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾ മുഅ്മിനീങ്ങൾക്കുള്ള നസീഹത്തിനെ പൂർത്തിയാക്കിയവരല്ല. വഅൻത തവദ്ദു അന്നഹും ദൂനക ഫകൈഫ വഅൻത തവദ്ദു അന്നഹും ദൂനക. പിന്നെങ്ങനെ നിങ്ങളെ താഴെ ആയിരിക്കണം എല്ലാവരും. അത് സൽക്കർമ്മത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഇബാദത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും കച്ചവടത്തിൻ്റെ ബിസിനസ്സിലാണെങ്കിലും പരീക്ഷയിൽ മാർക്കിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും എല്ലാവരും ഫുൾ A+കാരാവണം.
എന്നേ ചിന്തിക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ലാതെ ആരെങ്കിലും ഒരാള് ഇവനേക്കാൾ താഴെ ഇവൻ ഏറ്റവും ഉയർന്നവനാവണം എന്ന ചിന്താഗതി പാടില്ല. എല്ലാവരും ഇവന്റെ അതേ ഗ്രേഡിൽ വരണം, അല്ലെങ്കിൽ അതിലേറെ ഉസാറിൽ വരണം. പരീക്ഷകളിലെല്ലാം ചില പരീക്ഷകളിൽ എല്ലാവർക്കും A+ ഉണ്ടെങ്കിൽ, ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ, പിന്നെ അതിൽ നിന്ന് ഒരാളെ നറുക്കെടുത്ത് താഴെ തീരുമാനിക്കുക ഫസ്റ്റിനിക്ക്. അതൊന്നും യഥാർത്ഥത്തിൽ ന്യായമല്ല. എന്തുകൊണ്ട്? അധ്വാനിച്ചതിൻ്റെ ഫലം എല്ലാവർക്കും ഒരേ മാതിരിയല്ലേ? 100% മാർക്കിന് അർഹതരായവർക്ക് മുഴുവനും അവർക്ക് 100 സ്ഥാനം എല്ലാവർക്കും കൊടുക്കണം. പ്രൈസ് എല്ലാവരും കൊടുക്കാനില്ലെങ്കിൽ പൈസ കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും വിധിച്ചു കൊടുക്കണം. എല്ലാവരും 1 സ്ഥാനമായി പ്രഖ്യാപിക്കണം. അവർക്കുള്ളതായ സ്ഥാനങ്ങൾ കുറക്കരുത്. ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കൽ, അതിൽ വാശിയോടുകൂടെ മത്സരിക്കൽ ശരിയല്ലാതെ. എന്നാൽ ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇബാദത്തിന്റെ വിഷയങ്ങളിൽ എല്ലാവരും പൂർണ്ണന്മാരായ ആബിദീങ്ങളാവണം എന്ന് ആഗ്രഹിക്കലോട് കൂടെ തന്നെ നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളെല്ലാം കാണാം, വയുക്റഹുൽ ഈസാറു. 1-ാം സഫിൽ ഇമാമിന്റെ വലതുവശത്ത് ഒരാൾ നേരത്തെ പോയിരുന്നു, എന്നാൽ ആ സ്ഥാനം അത് മറ്റൊരാൾക്ക് നീക്കിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അവനും എൻ്റെ മാതിരി നേരത്തെ വന്ന്, എന്നേക്കാളും നേരത്തെ വന്ന് അവിടെ ഇരിക്കേണ്ടവനായിരുന്നു എന്ന് ആഗ്രഹിക്കാം. പക്ഷേ നേരത്തെ വന്ന് ഇരുന്നവൻ മറ്റൊരാൾക്ക് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു കൊടുക്കൽ കറാഹത്താണ് ഇമാമിങ്ങൾ പറയുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇബാദത്തിന്റെ വിഷയത്തിൽ മറ്റൊരാൾ ഇസാർ ചെയ്യേണ്ടതില്ല. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, പരിശുദ്ധ ഖുർആൻ. ഹദീസിലും കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുവശത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടതുവശത്ത് കാരണന്മാരായ വലിയ വലിയ ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് പാനീയം കുടിച്ച് ജയിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം വലതുവശത്തുള്ള ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, നിന്നേക്കാളും പ്രായമോ കൂടിയ മഹാന്മാർ എൻ്റെ ഇടതുവശത്താണുള്ളത്, എൻ്റെ ഈ കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ അവർക്ക് കൊടുക്കേട്ടയോ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഞാനല്ലേ വലതുവശത്തുള്ളത്, വലതുവശത്തുള്ളവർക്കല്ലേ കൊടുക്കേണ്ടത്. തങ്ങളിൽ നിന്നുള്ള എനിക്കുള്ള അവകാശം ഞാൻ ഒരാൾക്ക് കൊടുക്കുന്ന ഇഷ്ടപ്പെടുന്നത് എനിക്ക് തന്നെ തരണം. അത് മദ്ഹായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അബാബിട്ടിട്ടുള്ളത്. അപ്പം ഇബാദത്തിൻ്റെ വിഷയത്തിൽ മറ്റുള്ളവർക്കും ചെയ്യാനുള്ള താല്പര്യവും മറ്റുള്ളവർ ചെയ്യുന്നതിന് ഇവർക്ക് പോരും പൊറ്റൊന്നുമില്ല. പക്ഷേ ഇവൻ്റെ ചാൻസ് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതില്ല. ഇവനിക്ക് ഏത് ചാൻസ് കിട്ടിയാലും ആ ചാൻസ് അവൻ തന്നെ ഉപയോഗപ്പെടുത്തണം. പള്ളികളിലേക്ക് രാവിലെ പോയി നേരത്തെ ചെന്ന് പള്ളിൻ്റെ ബാക്കിൽ സീറ്റ് പിടിക്കുക. എന്തിനാണ്? വലിയ വലിയ ആൾക്കാർക്ക് വരുമ്പോൾ മുന്നിൽ അവർ കയറിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വിചാരിക്കേണ്ടതില്ല. മുഅ്മിനീങ്ങൾ എല്ലാവരും വലിയവരാണ്, അത് ഈ ഹദീസിന് എതിരുമല്ല. അവൻ്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് ഉയർച്ച വേണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഇവൻ താന്നു കൊടുക്കേണ്ടതില്ല. മറ്റുള്ളവരും ഉയരാൻ വേണ്ടി, ഇവൻ്റെ കൂടെ ആവാൻ വേണ്ടി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്നല്ലാതെ ഇവന് കുറവ് വ്യക്തിയും കൊണ്ട് മറ്റുള്ളവർക്ക് ഉയർത്തേണ്ടതില്ല. നല്ലതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കണം. ഒരാളെ സംബന്ധിച്ചും ഇവൻ പൊന്തണമെന്ന് ആഗ്രഹിക്കരുത്. ഒരാൾ നല്ലൊരു വീടെടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു വീട്, അവനേക്കാളും വലിയവൻ ഞാനാവണമെന്ന വാശിയോട് കൂടെ, അഹങ്കാരത്തോടു കൂടെ വേറെ വീടെടുക്കണ്ട. ഒരെന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ വീട് പോലെ എല്ലാവരുടെയും വലിയ വീടായിക്കോട്ടെ. അതിനർത്ഥം ഓരോരുത്തരും വലിയ വീട് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നതൊക്കെ ശറയിൽ നിബന്ധനകളുണ്ട്, എനിക്കെല്ലാം പരിധികളുണ്ട്. ആ പരിധികൾ വെച്ച് ഒരാൾ
ഏറ്റവും നല്ലത് ഉപയോഗിക്കുന്ന എനിക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ അവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആവരുത്, ഞാൻ ഏറ്റവും ഉയർന്നവനാവണമെന്ന് വിചാരിച്ചുകൊണ്ടാവരുത് വീടെടുക്കുന്നത്, വണ്ടിയെടുക്കുന്നത്, വസ്ത്രങ്ങൾ അണിയുന്നത്. ഒരാൾക്ക് ഏത് വസ്ത്രവും വാങ്ങാം, അവൻ ഏറ്റവും മുന്തിയത് ഉപയോഗിക്കുമ്പോൾ പഠിച്ചവനെ മുഅ്മിനീങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെയുള്ള വണ്ടി എടുക്കാൻ, ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ, ഇതിലും വലിയ വീടെടുക്കാനുള്ള തൗഫീഖ് നൽകണേ ദ്വാരന്ന് കൊടുക്കാം. അത് അവനക്ക് ആരെന്ത് ചെയ്താലും ഇവൻ്റെ മനസ്സിന് ഒരു ബേജാറുമില്ല, ഒരു പൊറുതിയോടുമില്ല, ഒരു സമാധാനക്കുറവുമില്ല. അതാണ് ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി എന്ന് പറയുന്നത്. എന്നല്ലാതെ ഇവൻ മറ്റവരെക്കാട്ടിലും വാശിക്ക് വേണ്ടി പ്രവർത്തിക്കരുത് എന്നതാണ്. അവനിക്ക് അള്ളാഹു നൽകിയതിനനുസരിച്ച് അവനിക്ക് പ്രവർത്തിക്കാം, അവനിക്ക് ഉസാറാവാം. അതോടുകൂടെ മറ്റുള്ളവർ അവൻ്റെ അത്രയോ അതിനേക്കാളും കൂടുതലോ അവനിക്ക് വെറുപ്പുണ്ടാവരുത് എന്നേ ഉള്ളൂ. വളരെ ചിന്തിച്ച് പ്രാവർത്തികമാക്കണം ഈ ഹദീസ്. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി.